ഇലക്ട്രോ ഐ.ടി.യുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇതുവരെ എടുത്ത ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ എക്സാം ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങാൻ പോകുന്നത്. വീൽ ആൻഡ് ടയേഴ്സ് എന്നുള്ള പോർഷൻ ആണ് തുടങ്ങാൻ പോകുന്നത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീലിനെ പറ്റിയിട്ടാണ്. വണ്ടിയാണ്. പഴയ വണ്ടിയിൽ എന്താണ് ഡിസ്ക് വീൽ ഉപയോഗിച്ചൊരു വണ്ടിയാണിത്. ഇതിലെന്താണ് ഡിസ്ക് വീലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ കണ്ട ഡിസ്ക് വീൽ തന്നെയാണ്. ഇത് വെൽഡഡ് ഡിസ്ക് വീലാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ വെന്റിലേറ്റർ സ്ലോട്ടുകൾ കണ്ടു, വീലിന്റെ ടയർ ഫിക്സ് ചെയ്യാനുള്ള ഹബ്ബ് കണ്ടു. റിമ്മിലെ സ്ലോട്ടിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ടയർ ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇതിന്റെ അപ്ലിക്കേഷൻ എവിടെയാ? ട്രക്കുകളിലും ട്രാക്ടറുകളിലും ആണ്. ഇപ്പോൾ ഹെവി വെഹിക്കിൾസിലാണ് കാര്യമായിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ഡിസ്ക് വീലുകൾ യൂസ് ചെയ്യുന്നത്. കാറിലൊക്കെ ഇപ്പൊ എന്താ, എല്ലാ കമ്പനിക്കാരും മിക്ക വണ്ടികളൊക്കെ എന്താണ്, കാറിലൊക്കെ എന്ത് ചെയ്തു, എല്ലാവരും ചെറിയ ലോ വേരിയന്റിലെ വണ്ടികൾ വരെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഡിസ്ക് വീലൊക്കെ മാറ്റി അലോയ് വീലുകളിലേക്ക് മാറി തുടങ്ങി. കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഹെവി മോട്ടോർ വെഹിക്കിൾസ് ആൻഡ് കാറിലാണ് നമ്മൾ ഡിസ്ക് വീലുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അടുത്ത് വരുന്നതാണ് എന്ത്, വയർ വീലുകൾ. വയർ വീലുകൾ എന്താ, നമ്മൾ സാധാരണ കാണുന്ന എവിടെയാ, സൈക്കിളുകളിൽ, അതേപോലെ പഴയ ബൈക്കുകളിലൊക്കെ കാണുന്നതാണ് എന്ത്, വയർ വീലുകൾ. വയർ വീലുകൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, മോഡിഫൈഡ് വണ്ടികളിലൊക്കെ, ഇപ്പൊ കാറുകളിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, വയർ വീലുകൾ ഉപയോഗിക്കുന്നുണ്ട്. വയർ വീലുകളുള്ള കാറുകളൊക്കെ ഇപ്പൊ നമ്മൾ അൾട്ടർ ചെയ്ത വണ്ടികളിലൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ വയർ വീലുകൾ തന്നെയാണ് കാറുകളിൽ ഉപയോഗിച്ചിരുന്നത്. പഴയ കാറുകളിലൊക്കെ എന്താണ്, വയർ വീലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. അതിലെന്താണ്, നമ്മൾ ഡിസ്കിന് പകരം ഇവിടെ എന്താ ഉണ്ടായിരിക്കുക, സ്പോക്ക് ഉണ്ടാവുക. ഈ കമ്പി പോലെ കാണുന്ന ഈ പോർഷൻ എന്ത് പറയാ, സ്പോക്ക് എന്ന് പറയാം. ഈ സ്പോക്കാണ് ഡിസ്കിന് പകരം ഉണ്ടായിരിക്കുക. ഹബ്ബ് ഉണ്ടായിരിക്കും. ഈ ഹബിനെയും റിമ്മിനെയും കണക്ട് ചെയ്ത് നിർത്തുന്ന ആരാണ്, സ്പോക്കാണ്. ഈ സ്പോക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഹബിലും ഉണ്ടായിരിക്കും, അതേപോലെ റിമ്മിൽ എന്തുണ്ടായിരിക്കും, സ്പോക്ക് നിപ്പിൾസ് ഉണ്ടാവും. കണ്ടാ, ഒരു ചെറിയൊരു തടിച്ച ഭാഗം, ഒരു എന്താ പറയാ, ഒരു വെൽഡ് ചെയ്ത പോർഷൻ പോലെ ഒരു സാധനം കാണിക്കും. അതിന് എന്ത് പറയാ, സ്പോക്ക് നിപ്പിൾസ് എന്ന് പറയാം. അത് എന്തിലുണ്ടായിരിക്കും, റിമ്മിലോ ഉണ്ടായിരിക്കും, അതേപോലെ ഹബിന്റെ അവിടെ ഉണ്ടായിരിക്കും. ഹബില് ഉള്ളിലേക്ക് കയറി നിൽക്കുക, ഉള്ളിലായിരിക്കും ആ സ്പോക്ക് ഉണ്ടായിരിക്കുക, നിപ്പിൾ ഉണ്ടായിരിക്കുക. റിമ്മിന്റെ അടുത്താവുമ്പോൾ നിപ്പിൾ പുറത്തായിട്ടാണ് കാണുക. റിമ്മ് ഈ പോർഷനാണ്, ഇത് ഹബ്ബാണ്, ഇതാണ് സ്പോക്കുകൾ. ഇതാണ് എന്ത്, ഒരു സാധാരണ വയർ വീലുകൾ. ഇതൊരു ബൈക്കിന്റെ വയർ വീലാണ് ഈ കാണിച്ചിരിക്കുന്നത്. വയർ വീലിന്റെ പ്രത്യേകത എന്താണ്, വയർ വീൽ ഹാവ് സെപ്പറേറ്റ് ഹബ്ബ്. ഹബ്ബ് എന്താണ്, സെപ്പറേറ്റ് ആണ്. മറ്റെന്താ, ഒന്നിച്ചല്ലേ ഹബ്ബ് അടക്കം ഡിസ്കിനകത്ത് അസംബിൾഡ് ആയിട്ടാണ് വന്നിരുന്നത്. ഇവിടെ എന്താ, സെപ്പറേറ്റ് ആണ് ഹബ്ബ്. അതിനെങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന റിമ്മുമായിട്ട്, സ്പോക്ക് ഉപയോഗിച്ചാണ് വയർ വീലിനെ, റിമ്മിനെ ഹബ്ബുമായിട്ട് കണക്ട് ചെയ്യുന്നത് സ്പോക്ക് ഉപയോഗിച്ചാണ്. ഇതിലെന്താ, മെയിൻ ആയിട്ട് 3 കമ്പോണന്റ് ആണ് ഇതിലുള്ളത്, വയർ വീലിനകത്തുള്ളത്. ഫസ്റ്റ് ഏതാണ്, സ്പോക്ക്, രണ്ടാമത്തെ ഹബ്ബ്, മൂന്നാമത്തെ റിമ്മ്. നമ്മൾ കണ്ട 3 സാധനങ്ങളാണ് എന്തുള്ളത്, വയർ വീലിൽ പ്രധാനമായിട്ട് ഉള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് ഏതാ, സ്പോക്കാണ്. സ്പോക്സ്, one end of spoke is hooked to hub while other end is attached to wheel rim. എന്താണ്, ഒരു എൻഡ് എന്താ, ഹബിലേക്ക് അങ്ങ് ഹുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത എന്താണ്, റിമ്മിലേക്കും. ആ റിമ്മിൽ വെച്ച് ഭാഗത്ത് എന്താണ്, ഒരു നമ്മള് സ്പോക്ക് നിപ്പിൾസ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെക്കും. മറ്റേ സാധനം ഒരു ഹുക്ക് പോലെ ഉണ്ടാക്കി കണക്ട് ചെയ്ത് വെച്ചിരിക്കും ഹബിന്റെ അകത്തേക്ക്. അങ്ങനെയാണ് സ്പോക്കും റിമ്മും ഹബ്ബുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരിക്കുന്നത്. സ്പോക്ക് ക്യാരീസ് വെഹിക്കിൾ ആൻഡ് പാസഞ്ചർ വെയിറ്റ്. ഈ വെയിറ്റ്, വണ്ടിയിൽ വരുന്ന ലോഡ് കംപ്ലീറ്റ് ക്യാരി ചെയ്യുന്ന ആരാണ്, ഈ സ്പോക്കുകളാണ്. ഈ ട്രാൻസ്മിറ്റ് ഡ്രൈവിംഗ് ആൻഡ് ബ്രേക്കിംഗ്. അത് എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീലിന് എന്തുണ്ട്, ഡ്രൈവ് ചെയ്യാനും അതേപോലെ ബ്രേക്കിംഗ് ചെയ്യാനുള്ള കഴിവ് ആർക്കാണ്, വീലിനാണുള്ളത്. ആ വീൽ എന്താണ്, ആ വീലിന് ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യുള്ളൂ, റൊട്ടേറ്റ് ചെയ്യാനുള്ള, പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവ് ബാക്കി എല്ലാ കമ്പോണൻസിനും ഉള്ളൂ. എന്ത്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആയിക്കോട്ടെ, ഡിഫറൻഷ്യൽ ആയിക്കോട്ടെ, എഞ്ചിൻ ആയിക്കോട്ടെ, എല്ലാത്തിനും എന്താ, പ്രൊപ്പൽ ചെയ്യാൻ, അതായത് വണ്ടി മുന്നിലേക്ക് ചലിപ്പിക്കാനുള്ള ഫോഴ്സ് മാത്രമേ അതിനൊക്കെ ഉള്ളൂ. പക്ഷെ വീലിന് എന്തുണ്ട്, ചലിപ്പിക്കാനും നിർത്താനുള്ള കഴിവ് എന്തുണ്ട്, ആ വീലുകൾക്ക് ഉണ്ട്. ആ വീലിന്റെ ചലിപ്പിക്കാനും നിർത്താനുള്ള കംപ്ലീറ്റ് അതിന്റെ കർത്തവ്യങ്ങൾ നടത്തുന്ന ആരാണ്, സ്പോക്കാണ്. സ്പോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വണ്ടിയുടെ ലോഡ് ക്യാരി ചെയ്യുന്നുണ്ട്, പാസഞ്ചേഴ്സിന്റെ വെയിറ്റും ക്യാരി ചെയ്യുന്നുണ്ട്. പിന്നെ ലോഡ് എടുക്കുന്ന വണ്ടിയാണെങ്കിൽ ആ ലോഡും ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ടായിരിക്കണം, സ്പോക്കിന് ഉണ്ടായിരിക്കണം. ടോർക്ക് ആൻഡ് വിത്ത്സ്റ്റാൻഡ് സൈഡ് ഫോഴ്സ്. എന്താ, നമ്മുടെ കൊടുക്കുന്ന പവർ എന്ത് ചെയ്യണം, അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് വേണം. അതായത് ഇതിനെ അതിജീവിക്കാനുള്ള കഴിവ് വേണം. അതേപോലെ
സൈഡിലേക്കൊക്കെ വണ്ടി ടേൺ ചെയ്യുമ്പോൾ എന്താ ലോഡ് ഒന്നിച്ചൊരു സൈഡിലേക്ക് വരും. അപ്പൊ എന്ത് ചെയ്യും, ബെൻഡ് ഒന്നും ആയി പോവാണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അത് പിടിച്ചു നിൽക്കാനുള്ള കഴിവ് എന്തിനു വേണം, ഈ സ്പോക്കിന് വേണം. എന്താണ്, കാറ്റില്ലാത്ത പഴയ സൈക്കിളൊക്കെ നമ്മൾ കാറ്റില്ലാണ്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എവിടെയാ ബാധിക്കുക, നമ്മുടെ സ്പോക്കിനെയാണ് ബാധിക്കുക. റിമ്മിന്റെ ആ ഭാഗത്ത് എന്ത് ചെയ്യും, കോടി പോയിട്ടുണ്ടായിരിക്കും. അതെന്താ, ആ ലോഡ് കറക്റ്റ് അതിന് ക്യാരി ചെയ്യാൻ കഴിയാണ്ട് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ബെൻഡായി പോകുന്നത്. എന്താ, കാറ്റില്ലാത്തതുകൊണ്ട് നേരെ ലോഡ് കംപ്ലീറ്റ് എവിടെ വരികയാണ്, റിമ്മിൽ വന്നിട്ടാണ് അത് ബെൻഡ് സംഭവിക്കുന്നത്. ഇത്രയും രണ്ട് കാര്യങ്ങളാണ് സ്പോക്കിന്റെ കഴിവായിട്ട് പറയുന്നത്. സ്പോക്കിന് എന്ത് ചെയ്യണം, വണ്ടിയുടെ ഹബും റിമ്മും ആയിട്ട് കണക്ട് ചെയ്യാൻ കഴിയണം. അതേപോലെ വണ്ടിയുടെ ബ്രേക്കിംഗ് ടോർക്കുകൾ, അതേപോലെ വണ്ടിയുടെ ലോഡുകൾ, സൈഡ് ത്രസ്റ്റുകൾ എല്ലാം ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനു വേണം, സ്പോക്കിന് വേണം. അടുത്ത പാർട്ട് എന്താണ്, ഹബ്ബാണ്. ഹബ് ഈസ് പ്രൊവൈഡഡ് വിത്ത് ഇന്റേണൽ സ്പ്ലിൻസ് ആൻഡ് ഈസ് മോർ യൂസ് ഓൺ ആക്സിൽ ഷാഫ്റ്റ്. എന്താണ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ, നടുവിൽ കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹബ്ബ് എന്ന് പറയാ. അതിനെന്താ, അതിൽ ഇന്റേണൽ സ്പ്ലിൻസുകൾ ഉണ്ടായിരിക്കും, കുറച്ച് ഹോള് പോലത്തെ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹബിന്റെ ഭാഗത്ത്. അതെന്തിനു വേണ്ടിയിട്ടാ, ഒന്ന് ഈ റിമ്മിന്ന് വരുന്ന സ്പോക്കുകളെ കണക്ട് ചെയ്ത് വെക്കാനും, അടുത്ത എന്തിനാ, ആക്സിലുമായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആണ്. ഒരു സെന്ററിൽ കാണുന്ന ഹോൾ എന്തിനു വേണ്ടിയിട്ടാ, ആക്സിലുമായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. ഇങ്ങനെ രണ്ട് ഹോളുകളാണ് അതിൽ പ്രധാനമായിട്ട് ഹബിൽ കാണുക. വൺ എൻഡ് ഓഫ് സ്പോക്ക് ഈസ് ഹുക്ക്ഡ് ടു ഹബ് എൻഡ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിമ്മിന്ന് വരുന്ന ഒരു എൻഡ് എന്തിരിക്കുക, ഹുക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. എവിടെ, ഹബിന്റെ ഭാഗത്ത് ഹുക്ക് ചെയ്ത് വെച്ചിരിക്കും. മറ്റോടത്ത് എന്താണ്, നിപ്പിൾ, സ്പോക്ക് നിപ്പിൾ ഉപയോഗിച്ച് ഫിക്സ് ചെയ്താണ് വെച്ചിട്ടുണ്ടാവുക. മൂന്നാമത്തെ പാർട്ടാണ് എന്ത്, റിം. റിം ഹാസ് ഹോൾസ് അറ്റ് ദ സെന്റർ ഫോർ അറ്റാച്ചിങ് സ്പോക്ക്. നമ്മൾ പറഞ്ഞു തന്നെ, ആ റിമ്മിന്റെ എന്താണ്, റിമ്മിന്റെ ഒരു എൻഡ് വന്നിട്ട് എവിടെയാ നിൽക്കുക, സ്പോക്കിന്റെ ഒരു എൻഡ് എവിടെ വന്നിട്ടാ നിൽക്കുക, റിമ്മിൽ വന്നിട്ടാ നിൽക്കുക. ആ റിമ്മ് സ്പോക്കിലേക്ക് കയറി നിൽക്കാനുള്ള ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോളിൽ എന്ത് ചെയ്യും, നിപ്പിള് വെച്ച് കണക്ട് ചെയ്തിരിക്കും. The only disadvantage of this rim are tubeless tires cannot be mounted on it because of holes on the rim. എന്താണ്, ട്യൂബ്ലെസ് ടയേഴ്സ് എന്തിൽ യൂസ് ചെയ്യാൻ കഴിയില്ല, റിം ഉപയോഗിച്ച്. അതായത് സ്പോക്കും ഈ ഹബ്ബ് ഉപയോഗിക്കുന്ന വയർ വീലുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്യൂബ്ലെസ് ടയറുകൾ ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം എന്താ, ഈ ഒരുപാട് സ്പോക്കുകൾ വന്ന് നിപ്പിൾ ഉപയോഗിച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെന്താ, ഈ ഓരോ സ്പോക്ക് കണക്ട് ചെയ്യുന്നിടത്ത് എന്താ, ഒരു ഹോൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ഹോളുകൾ ഉള്ളതുകൊണ്ട് എന്താ, ഈ ട്യൂബ്ലെസ് ടയേഴ്സ് ഈ കേസിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോ വയർഡ് വീലുകളിൽ 3 കമ്പോണന്റ് ഉള്ളത്, ഹബ്ബ്, റിമ്മ്, സ്പോക്ക്. ഇത്രയും 3 കമ്പോണന്റുകളാണ് വയർ വീലുകളിലുള്ളത്. ഇത്രയും കർത്തവ്യങ്ങളാണ് ഇതിന് ചെയ്യാൻ പറ്റുക. ഏറ്റവും കൂടുതൽ ശരിക്കും ബലമുള്ള റിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ വീലിന്റെ റിമ്മാണ്. ഏറ്റവും ഡിസ്ക് വീലിനെക്കാട്ടിലും ശരിക്കും കരുത്തുള്ള വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ വീലുകളാണ്. പക്ഷെ അതിന് ഇങ്ങനത്തെ കുറെ ദൗർലഭ്യങ്ങളുണ്ട്. എന്താണ്, നമ്മൾക്ക് ട്യൂബ്ലെസ് ടയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഏറ്റവും കൂടുതലുള്ള ഇതിനാണ്, വയർ വീലുകൾക്കാണ്. വയർ വീലുകൾ ഡിസൈൻ ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതൊക്കെയാണ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയി വരുന്നത്. അതുപോലെ അത് കൂടാണ്ട് പിന്നെ അതേപോലെ ട്യൂബ്ലെസ് ടയേഴ്സ് യൂസ് ചെയ്യാൻ കഴിയില്ല. ഇത് രണ്ടുമാണ് എന്ത്, വയർ വീലിന്റെ പ്രധാനമായിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജ്. 2 തരം വയർ വീലുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഡ്രൈവിംഗ് ടോർക്ക് ടൈപ്പും അടുത്തത് ബ്രേക്കിംഗ് ടോർക്ക് ടൈപ്പും. ഇങ്ങനെ 2 ടൈപ്പ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെയും കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് കമ്പനി സ്പെസിഫൈഡ് ക്ലാസിഫിക്കേഷൻസ് ആണ്. മെയിൻ ആയിട്ട് വരുന്ന 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ടോർക്കും ബ്രേക്കിംഗ് ടോർക്കും. കമ്പനി സ്പെസിഫൈഡ് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിക്കാരുടെ സ്പെസിഫിക്കേഷൻസ് ആണ്. മെയിൻ ആയിട്ട് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബ്രേക്കിംഗ് ടോർക്ക്, ഡ്രൈവിംഗ് ടോർക്കും ആണ്. ഇത് രണ്ടും നമുക്ക് കാണുന്ന കാഴ്ചയിൽ എന്താ, അതിൽ വ്യത്യാസം തോന്നില്ല. ആ സ്പോക്ക് എങ്ങനെയാണോ വീലിനെയും റിമ്മിനെയും കണക്ട് ചെയ്തിരിക്കുന്നത്, റിമ്മിനെയും ഹബിനെയും കണക്ട് ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ എന്താ പറയാ, ഡ്രൈവിംഗ് ടോർക്കും ബ്രേക്കിംഗ് ടോർക്കും ആയിട്ട് 2 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താ, ഒരു നൂലെടുത്ത് ഇങ്ങനെ ചുറ്റി കെട്ടിയ പോലെയാണ് നമുക്ക് എന്തുണ്ടായിരിക്കുക, ഡ്രൈവിംഗ് ടോർക്കുകളുള്ളത്. മറ്റേ ബ്രേക്കിംഗ് ടോർക്കിൽ എങ്ങനെയാ, 2 ക്രോസ് ബാറുകൾ ഇങ്ങനെ വെച്ച പോലെയാണ് ബ്രേക്കിംഗ് ടോർക്കിൽ. ഇത് ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ക്രോസ് ബാറുകൾ വെച്ച പോലെയാണ് എന്തുണ്ടായിരിക്കുക, ബ്രേക്കിംഗ് ടോർക്കിൽ ഉണ്ടാവുക. ഡ്രൈവിംഗ് ടോർക്കിൽ ഒരു നൂല് പിടിച്ച് കറക്കി കെട്ടി മുകളിലേക്ക് വലിച്ചു വെച്ച പോലെയാണ് ഡ്രൈവിംഗ് ടോർക്കിൽ ആ റിമ്മ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. പ്രധാനമായിട്ടും ബൈസിക്കിളിലും അതേപോലെ ബൈക്കിലുമാണ് മെയിൻ ആയിട്ട് ഈ വയർ വീലുകൾ യൂസ് ചെയ്യുക. മോഡേൺ വണ്ടികളിലൊക്കെ വയർ വീലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു BMW വയർ വീലാണ്. ഇത് കമ്പനി കൊടുക്കുന്ന വയർ വീലല്ല, ഇത് അവര് വേറെ വെക്കാണ്. ഇതൊരു എന്താണ്, കൺവേർട്ടബിൾ ടൈപ്പ് ആണ്. എനിക്ക് തോന്നുന്നത് BC Z4 ആണത്, BMW. ഇതിൽ എന്താ, നമ്മൾ ഇത് കാണുന്നത് വയർ വീലുകളാണ്. സാധാരണ എന്തെങ്കിലും കാറിൽ വയർ വീലുകൾ യൂസ് ചെയ്യാറില്ല. ഇത് അൾട്ടർ ചെയ്ത വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇവിടെ വയർ വീലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ബൈസിക്കിളിലും അതേപോലെ ബൈക്കിലാണ് വയർ വീലുകൾ യൂസ് ചെയ്യാറ്.
ഇതിൽ മെയിൻ ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് എ വീൽ ആണ്. ഇതിൽ ജി കയറി വന്നിട്ടുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയാണ്. ഫങ്ഷൻസ് എന്താ, നമ്മൾ ആദ്യം പറഞ്ഞ ഫങ്ഷൻസ് ആണ്. വീലിന്റെ ഫങ്ഷൻ എന്താ, ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം, സൈഡ് ത്രസ്റ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം, പിന്നെ അതേപോലെ എന്താ വണ്ടി ബാലൻസ്ഡ് ആക്കി നിർത്താനുള്ള കപ്പാസിറ്റി വേണം, പിന്നെന്താ ആ റിക്വയർമെന്റ്സും കൂടി എന്തിൽ എഴുതണം, ഫങ്ഷൻസിൽ എഴുതണം. അതേപോലെ എന്താ ഈസി ആയിട്ട് മൗണ്ട് ചെയ്യാൻ കഴിയണം, അതേപോലെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റണം, പിന്നെന്താണ് ബ്രേക്കിംഗ് കറക്റ്റ് ആയിട്ട് നടത്താൻ സാധിക്കണം, വണ്ടിയെ ബാലൻസ് ചെയ്ത് നിർത്താൻ സാധിക്കണം. അങ്ങനെ നമ്മൾ കുറെ പോയിന്റ്സ് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു. അത്രയും പോയിന്റ്സ് ആണ് എന്ത്, ഇതിന്റെ മെയിൻ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ആ ഫങ്ഷൻസ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഡ്രോ ദ ക്രോസ് സെക്ഷൻ ഓഫ് എ വീൽ ആൻഡ് ലാബൽ ദ പാർട്സ്. ഡിസ്ക് വീലിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇവിടെ വരയ്ക്കേണ്ടത്. നമ്മൾ ആ കാണിച്ചു തരുന്നു, ക്രോസ് സെക്ഷൻ കാണിച്ചു തരുന്നു. ആ ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യുക, വരച്ചെടുക്കുക, അതിലെ പാർട്സ് ലാബൽ ചെയ്ത് വെക്കുക, അതിനെപ്പറ്റി ചെറിയൊരു നോട്ട് എഴുതുക. നമ്മൾ ആ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. എന്തൊക്കെയാണ് എന്താണ് വെന്റിലേറ്റർ സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്, ബ്രേക്ക് ഡ്രം ചൂടാവാണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ റിമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, വെല്ല് കൊടുത്തിട്ടുണ്ട്, വെല്ല് എന്തിനു വേണ്ടിയിട്ടാണ്, ടയർ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ എന്താണ് വേറെ കുറെ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്തിനു വേണ്ടിയിട്ടാ, വീല് ബ്രേക്ക് ഡ്രമ്മുമായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഷാഫ്റ്റുമായിട്ട് ആക്സിൽ ഷാഫ്റ്റുമായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ വാൾവ് കൊടുത്തിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ട്, എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള വാൾവുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ടാപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ മാത്രമായിട്ട്, ഇത് സബ് ക്വസ്റ്റ്യൻ ആണ് ശരിക്കും എയും ബിയും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമായിട്ടാണ് ചോദിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വീലുകൾ എടുത്ത് എഴുതി അതിന്റെ ഫങ്ഷൻസ് എഴുതണം. അതായത് ഡിസ്ക് വീല്, അതേപോലെ വയർ വീല്, ഇനി നമ്മൾ അലോയ് വീല് പഠിക്കും. ഇതെല്ലാം എഴുതിയിട്ട് അതിന്റെ ഫങ്ഷൻസ് ആക്കിയിട്ട് തന്നെ എഴുതി വെക്കണം. അത് വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ കേസിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ ഫങ്ഷൻസ് മാത്രം എഴുതിയാൽ മതി. ഇത്രയും ഭാഗമാണ് ഇതിലുള്ളത്. താങ്ക് യു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് നമ്മൾ വീലുകളെ പറ്റി, വീലിന്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതുകൂടാണ്ട് എന്തൊക്കെയാണ് ഒരു വീലിന്റെ റിക്വയർമെന്റ് നോക്കി, രണ്ട് ടൈപ്പ് വീലുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാ, നമ്മൾ ആദ്യം നോക്കി ഡിസ്ക് വീൽ നോക്കി, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് നോക്കി, വയർ വീലുകൾ നോക്കി. ഇന്ന് നമ്മൾ വണ്ടികളിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന അലോയ് വീലിനെ പറ്റിയിട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അലോയ് വീലാണ്, ഒരു അലോയ് വീലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതെന്താണ്, ആ അലോയ് വീലിന്റെ ക്രോസ് സെക്ഷൻ ആണ്. എന്താണ്, ഈ അലോയ് വീലിനെ ഈ നടു ഇങ്ങ് മുറിച്ചിട്ട് കാണുന്ന സൈഡിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ, റിമ്മില് വ്യത്യാസങ്ങൾ കണ്ടു. റിമ്മിൽ എന്താ, വെല്ലില് ചെറിയ ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. വെല്ല് എന്തായിട്ടുണ്ട്, ഒന്ന് വേറൊരു ഷേപ്പിലാണ്, മറ്റെന്താ ഒരു സ്റ്റെപ്പ് കയറി പോകുന്ന പോലെയാണ് വെല്ല് ഉണ്ടായിരുന്നത്. ഇവിടെ എന്താ വേറൊരു ഷേപ്പിലാണ് വെല്ല് വരുന്നത്. അതേപോലെ എന്താണ്, ഇവിടെ ഇവിടെ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സ്പോക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്പോക്ക് എന്താ, ഒറ്റ തണ്ട് പോലെ കണ്ടോ, ഈ ഒരു തണ്ട് പോലെ കാണുന്ന ഭാഗമാണ് എന്ത്, സ്പോക്ക് എന്ന് പറയുന്നത്. ഇവിടെ എന്താ, ഹബ്ബാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ, എയർ വെന്റിലേഷൻ ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താ, ഇഷ്ടം പോലെ ഓപ്പൺ സ്പേസസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ എന്താ, ബ്രേക്ക് ഡ്രം ഒന്നും ഒട്ടും ചൂടാവില്ല. അതാണ് ഇതിന്റെ ഈ അലോയ് വീൽ യൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബോർ സൈസ് എന്തിനു വേണ്ടിയിട്ടാ, ഇത് ഈ ബോറിന്റെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വീല് ആക്സിലുമായിട്ട് കണക്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഹോളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ സ്പോക്കിന്റെ ഒറ്റ ഫിഗർ ആയിട്ടാണ് കാണുന്നത്. ഈ സ്പോക്ക് മാത്രമായിട്ട് കാണുന്നത്. അതിന്റെ ഇവിടേക്ക് എന്തുണ്ട്, ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ക്രോസ് കട്ട് ചെയ്ത രൂപമാണ് ഇവിടെ കാണുന്നത്. ഈ ഫിഗർ വരയ്ക്കാൻ ചോദിക്കാറില്ല, നമ്മൾ നോട്ടിൽ എഴുതുമ്പോൾ ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഈ റിമ്മിന്റെ ടോപ്പ് ഭാഗം തൊട്ട് ഈ അടിഭാഗം വരെയുള്ള ഡിസ്റ്റൻസിനെ എന്ത് പറയാ, വീൽ ഡയമീറ്റർ എന്ന് പറയാ. ഈ വെല്ലിന്റെ ഈ എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ കാണുന്ന ദൂരത്തിനാണ് നമ്മൾ എന്ത് പറയാ, ഈ എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ കാണുന്ന ദൂരത്തിനാണ് റിം വിഡ്ത്ത് എന്ന് പറയാം. ഈ രണ്ട് കാര്യങ്ങൾ അതിൽ നോക്കാനുള്ളൂ. ഇനി അലോയ് വീൽ എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. The automobile use of wheel made from aluminum and magnesium alloy. സാധാരണ ഈ അലോയ് വീലുകളൊക്കെ എന്താണ്,
അലുമിനിയത്തിന്റെ അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിന്റെ അലോയ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അലോയ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിൽ കൂടുതൽ മെറ്റലുകൾ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കുന്ന മെറ്റലിനെയാണ്, എലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, അലോയ് എന്ന് പറയാം. ഈ സാധാരണ ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്യാറ് അലുമിനിയം മെഗ്നീഷ്യത്തിന്റെ അലോയ്കളാണ് സാധാരണ ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്യാറുള്ളത്. The wheels are lighter than steel wheel. ഡിസ്ക് വീലിനെക്കാട്ടിലും പക്ഷേ വയർ വീലിനെക്കാട്ടിലും കൂടുതൽ കനം ഉണ്ടായിരിക്കും. ഡിസ്ക് വീലിനെക്കാട്ടിലും കനം കുറവായിരിക്കും എന്തിനുണ്ടായിരിക്കുക, അലോയ് വീലുകൾക്ക് ഉണ്ടായിരിക്കുക. എന്താണ്, ഡിസ്ക് വീലിന്റെ പകുതി വെയിറ്റ് എന്തിനുണ്ടായിരിക്കുള്ളൂ, അലോയ് വീലുകൾക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. നമ്മൾ പറഞ്ഞു എന്താണ്, സസ്പെൻഷനും വീലിന്റെയും വെയിറ്റ് എപ്പോഴും കുറഞ്ഞിരിക്കുന്ന ഒരു വണ്ടിയുടെ അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ അലോയ് വീലിന് അഡ്വാൻറ്റേജിന് കൂടെ തന്നെ എന്തുണ്ട്, ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ്, ഡിസൈൻ ചെയ്യാൻ കുറച്ച് പണിയാണ്. കാരണം എന്താ, കറക്റ്റ് ആ എയർ ഫ്ലോ ആ അലോയ് വീലിൽ നടക്കണം. അതുകൊണ്ട് എന്താ, ഡിസൈനിങ് പാർട്ട് കുറച്ച് ടഫാണ് ഇതിൽ. ഇതിന് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് അലോയ് വീൽസ് ആർ ബെറ്റർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. എന്താണ്, അലോയ് വീലുകൾ ചൂടിനെ, അതായത് ചൂടിനെ എന്താണ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി, അതായത് കടത്തിവിടാൻ എന്താണ് അലോയ് വീലിന് കൂടുതൽ സാധിക്കും. അതുകൊണ്ട് എന്താ, ഹീറ്റ് പെട്ടെന്ന് ലിബറേറ്റ് ചെയ്തങ്ങ് പോകും. നമ്മൾ എഞ്ചിനിൽ എന്താ ഫിൻസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാ, ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി. അതേപോലെ അലോയ് വീലിന് എന്ത് ചെയ്യുക, ഹീറ്റിനെ പെട്ടെന്ന് എന്താ പറയാ ഡിസ്പേഴ്സ് ചെയ്ത് കളയാനുള്ള കപ്പാസിറ്റി എന്തിനു കൂടുതലായിരിക്കും, അലോയ് വീലിന്റെ സവിശേഷതയാണ്. ബ്രേക്കിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹീറ്റും കാര്യങ്ങളൊന്നും എന്തിലേക്ക് എത്തില്ല, വീലിൽ നിലനിൽക്കില്ല. വീലിൽ ചൂട് കൂടുമ്പോൾ എന്താ, എയർ എക്സ്പാൻഡ് ചെയ്ത് ടയർ ബ്ലാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്, ടയർ പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ആ സംഭവമൊക്കെ അലോയ് വീൽ യൂസ് ചെയ്യുന്നതോടുകൂടി ഒരുപാട് കുറഞ്ഞു കിട്ടും. വൈഡർ റിംസ് ആർ പോസിബിൾ ഇൻ ദിസ് വീൽസ് വിച്ച് ഇംപ്രൂവ് സ്റ്റെബിലിറ്റി ഓൺ കോർണറിംഗ്. നമ്മൾ പറഞ്ഞു ഡിസ്കിൽ റിമ്മിന്റെ വലിപ്പം കൂടുന്ന അനുസരിച്ച്, അതേപോലെ ടയറിന്റെ വിടുത്ത് കൂടുന്ന അനുസരിച്ച് എന്താണ്, വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഒരുപാട് അഡ്വാൻറ്റേജ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്ന ടൈപ്പ് വീൽ ഏതാണ്, ഈ അലോയ് വീലുകളാണ്. നമുക്ക് എന്താ, അലോയ് വീലിന് നമ്മൾ റിമ്മിന്റെ ക്രോസ് സെക്ഷൻ കണ്ടപ്പോൾ കണ്ടു, എന്താ ഭയങ്കര വിടുത്ത് കൂടിയ റിം വിടുത്ത് കൂടിയതാണ് ഇതിലുള്ള അലോയ് വീലിലുള്ളത്. അതുകൊണ്ട് എന്താ, വലിയ വീതി കൂടിയ ടയർ ഇടാൻ സാധിക്കും. അതെന്താ, വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, കോർണറിംഗിൽ നമുക്ക് വണ്ടിക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് സഹായിക്കും, ഈ അലോയ് വീലുകൾ സഹായിക്കും. ഇത് രണ്ടും എന്താണ്, അലോയ് വീലിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ്. കാസ്റ്റ് ഓർ ഫോർജ്ഡ് വീൽ നീഡഡ് ടു ബി മെഷീൻ അറ്റ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ക്ലോസ് ടോളറൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം എന്താ, നമ്മൾ പറഞ്ഞിരുന്നു ഇന്റഗ്രലും അറ്റാച്ചബിൾ ഒക്കെ ആയിട്ടുള്ള എന്ത് യൂസ് ചെയ്യായിരുന്നു, ഡിസ്ക് വീലിനകത്ത് യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, കാസ്റ്റഡ് അല്ലെങ്കിൽ ഫോർജ്ഡ് ആയിട്ടുള്ള ഒരൊറ്റ അസംബിൾഡ് രൂപമായിട്ടുള്ള വീല് മാത്രമേ എന്തിലുണ്ടായിരിക്കുള്ളൂ, അലോയ് വീൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ എന്താ, കുറെ ടോളറൻസ് എന്താ, നമ്മൾ കുറച്ച് എന്താ പറയാ, കുറച്ച് നമ്മൾ മുൻകൂട്ടി കണ്ട് കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിൽ വിടും, ഡിസ്ക് വീലുകളിൽ വിടും. അതെന്താ, ഹീറ്റ് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാനും തണുക്കുമ്പോൾ കോൺട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് അലവൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും നമ്മൾ എന്തില്, ഡിസ്ക് വീലിനകത്ത്. ഇവിടെ എന്താ, ഒറ്റ പീസായിട്ട് അസംബിൾഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ടോളറൻസ്, അതായത് ഈ അലവൻസും കാര്യങ്ങളും കൊടുക്കേണ്ടതൊക്കെ എന്താ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഏതില്, അലോയ് വീൽ യൂസ് ചെയ്യുന്ന വണ്ടികളിൽ. ദീസ് വെഹിക്കിൾസ് ആർ ലൈറ്റർ ആർ കമ്പയർഡ് ടു സ്റ്റീൽ വീൽ. എന്താണ്, ഈ വീലുകളൊക്കെ എന്താ സ്റ്റീൽ വീലിനെ കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് വളരെ കുറവാണ്. മെഗ്നീഷ്യം അലോയ്സ് ഹാവ് ഹൈ ഇമ്പാക്ട് ആൻഡ് ഫാക്ടിഗ് സ്ട്രെങ്ത്. എന്താണ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ, എന്താ പെട്ടെന്ന് വന്ന് അടിച്ചുണ്ടാവുന്ന ബെൻഡുകളും കാര്യങ്ങളും എന്തിനായിരിക്കില്ല, അലോയ് വീലിൽ പെട്ടെന്ന് അത് സംഭവിക്കില്ല. അതേപോലെ എന്താണ്, ഡിസ്ക് വീലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും എന്തിനുണ്ടായിരിക്കുക, മെഗ്നീഷ്യം അലോയ് വീലുകൾക്ക് ഉണ്ടായിരിക്കുക. നമ്മൾ പറഞ്ഞു അലുമിനിയത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെ അലോയ്സ് ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. മെഗ്നീഷ്യം അലോയ് യൂസ് ചെയ്യുന്ന വീലുകൾക്ക് എന്താണ്, ഫാറ്റിഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവാണ്ട് ബെൻഡായി പോവാണ്ട്, അതേപോലെ ഹൈ സ്ട്രെങ്ത് ഉള്ള വീലുകളായിരിക്കും മെഗ്നീഷ്യം യൂസ് ചെയ്തുള്ള അലോയ് വീലുകൾക്ക് ഉണ്ടാവുക. സോ ദേ ക്യാൻ വിത്ത്സ്റ്റാൻഡ് വൈബ്രേഷൻ ആൻഡ് ഷോക്ക് ലോഡ്സ്. എന്താ, വണ്ടിയിൽ ഉണ്ടാവുന്ന വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, അതായത് അതിജീവിക്കാൻ സാധിക്കും. അതേപോലെ ഷോക്ക് ലോഡ് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് റിമ്മ് പോയി അടിക്കുക, അങ്ങനെ കാറ്റ് പോയിട്ട് റിമ്മ് പോയി അടിക്കുമ്പോഴൊക്കെ ഉണ്ടാവുന്ന ഷോക്ക് ലോഡും കാര്യങ്ങളൊക്കെ എന്താണ്, പെട്ടെന്ന് വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി പോവാണ്ട് തടയാൻ എന്ത് സാധിക്കും, മെഗ്നീഷ്യം അലോയ് വീലുകൾക്ക് സാധിക്കും. അലുമിനിയം അലോയ് ആർ ഈസിയർ ടു കാസ്റ്റ് ഓർ ഫോർജ് ആൻഡ് ആർ ലെസ് പ്രോൺ ടു കൊറോഷൻ. അലുമിനിയം വീലിന്റെ അലോയ് വീലിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്താണ്, അതെന്താ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫോർജ് ചെയ്യാൻ വേണ്ടി, എന്താ കാസ്റ്റിംഗ് ഫോർജിങ് ഇപ്പൊ എടുത്തു കഴിഞ്ഞിട്ട് സ്മിത്തിയിൽ നമ്മൾ എന്താ ഫോർജ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയത്. ഈ ഹീറ്റ് ചെയ്ത മെറ്റൽസിനെ ഒരു എന്താ പറയാ, നമ്മൾ മോൾഡ് ഉണ്ടാക്കി, ഫൗണ്ടറിയിൽ നമ്മൾ പഠിച്ചു, മോൾഡ് ഉണ്ടാക്കി കാസ്റ്റ് ചെയ്തെടുക്കും. ആ മോൾഡിലേക്കാണ് നമ്മൾ എന്താ ഒരുക്കിയ മെറ്റല് ഒഴിച്ച് നമ്മൾ ആ വേണ്ട രൂപത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കും. അതാണ് എന്ത്, കാസ്റ്റും കാസ്റ്റ് ചെയ്യാനും ഫോർജ് ചെയ്യാനൊക്കെ ഈസിയാണ് എന്ത്, അലുമിനിയം അലോയ് വീലുകള്
കാസ്റ്റ് ചെയ്യാനും ഫോർജ് ചെയ്യാനൊക്കെ ഈസിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കില്ല. കൊറോഷൻ എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കല്, പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോകില്ല. ഏത്? അലുമിനിയം അലോയ് വീലുകൾ. ഇപ്പൊ മെഗ്നീഷ്യം അലോയ് വീലുകൾക്ക് ഹൈ ഇമ്പാക്ട് ആണ്, ഹൈ ഇമ്പാക്ട് തടയാനുള്ള കപ്പാസിറ്റി, അതേപോലെ ഭയങ്കര സ്ട്രെങ്ത് ഉള്ള വീലുകളാണ് മെഗ്നീഷ്യം അലോയ് വീൽ. സോ ദേ ക്യാൻ വിത്ത്സ്റ്റാൻഡ് വൈബ്രേഷൻ ആൻഡ് ഷോക്ക് ലോഡുകൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. അലുമിനിയം അലോയ് വീലുകൾക്കോ ഈസിയർ ടു കാസ്റ്റ് ഓർ ഫോർജ് ആൻഡ് ആർ ലെസ് പ്രോൺ ടു കൊറോഷൻ. കൊറോഷൻ തടയാനുള്ള സവിശേഷത എന്തിനുണ്ട്? അലുമിനിയം വീലുകൾക്ക് ഉണ്ട്. ദിസ് വീൽസ് ആർ ലൈറ്റർ ആസ് കമ്പയർഡ് ടു സ്റ്റീൽ വീൽ. സ്റ്റീൽ വീലിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റർ ആണ് ഈ വീലുകൾ. കാസ്റ്റ് ഓർ ഫോർജ്ഡ് വീൽ നീഡ് ടു ബി മെഷീൻഡ് ആൻഡ് ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ക്ലോസ് ടോളറൻസ്. എന്താണ്? ഒറ്റ പീസായി വരുന്നതുകൊണ്ട് അലവൻസും കാര്യങ്ങളും കൊടുക്കേണ്ടതൊക്കെ വളരെ കുറവ് മതി. എന്തിന്? അലുമിനിയം വീലുകൾ. വൈഡർ റിം ആർ പോസിബിൾ ഇൻ ദിസ് വീൽസ് വിച്ച് ഇംപ്രൂവ് സ്റ്റെബിലിറ്റി ഓൺ കോർണറിംഗ്. എന്താണ്? നമ്മൾ കണ്ടു റിമ്മിലെ വെല്ല് ഭയങ്കര നീളമുള്ളതാണ്. അതുകൊണ്ട് എന്താ ഭയങ്കരമായിട്ട് വലിയ വീലുകൾ ഇട്ട് നമുക്ക് എന്താ ടയറുകൾ ഇട്ട് വണ്ടിയുടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ലൈറ്റ് അലോയ് വീൽസ് ആർ ബെറ്റർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഹീറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിന് കൂടുതലായിരിക്കും? ആ ലൈറ്റ് അലോയ് വീലുകൾക്ക് കൂടുതലായിരിക്കും. വിച്ച് ഹെൽപ്പ് ടു ഡിസിപ്പേറ്റ് ഹീറ്റ് ജനറേറ്റഡ് ബൈ ബ്രേക്കിംഗ്. ബ്രേക്കിംഗ് മൂലം ഉണ്ടാവുന്ന ഹീറ്റുകൾ ജനറേറ്റ് ചെയ്തതിനൊക്കെ എന്താണ് ഒഴിവാക്കി വിടാൻ എന്തിനു സാധിക്കും? ലൈറ്റ് അലോയ് വീലുകൾക്ക് സാധിക്കും. ഇത്രയാണ് എന്ത് ലൈറ്റ് അലോയ് വീലുകളുടെ അഡ്വാൻറ്റേജസ്. ഒറ്റ ഡിസഡ്വാൻറ്റേജ് ദേ ഹാവ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് കൂടുതലായിരിക്കും. ഡിസ്ക് വീലിനെയും വയർ വീലിനെയും കമ്പയർ ചെയ്യുമ്പോൾ അലോയ് വീലുകൾക്ക് എന്താ വില കൂടുതലാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. ബാക്കി എല്ലാം എന്താണ്? അഡ്വാൻറ്റേജസ് ആണ്. എവിടെയാ അപ്ലൈ ചെയ്യുന്നത്? കാസ്റ്റ് വീൽസ് ആർ യൂസ്ഡ് ഇൻ കാർസ് ആൻഡ് ഫോർജ്ഡ് വീൽസ് ആർ യൂസ്ഡ് ഇൻ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ്. നമ്മൾ പറഞ്ഞ എന്താ? കാസ്റ്റ് വീലുകളും ഫോർജ്ഡ് വീലുകളും ഉണ്ട് പറഞ്ഞു. അതിൽ കാസ്റ്റ് ടൈപ്പ് അലോയ് വീലുകളാണ് എവിടെ യൂസ് ചെയ്യുന്നത്? കാറുകളിൽ യൂസ് ചെയ്യുന്നത്. ഫോർജ്ഡ് വീൽസ് ആണ് എവിടെ യൂസ് ചെയ്യുന്നത്? ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് അപ്ലിക്കേഷൻസ് ആണ് എന്തുള്ള അലോയ് വീലുകൾക്ക് ഉള്ളത്. ഇതെന്താണ്? ഒരു അലോയ് വീലാണ്. അലോയ് വീലുള്ള ഒരു വോൾവോന്റെ വണ്ടിയാണ് ഇതുള്ളത് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വീലിനെ പറ്റി പറഞ്ഞു. വീലിൽ എന്താണ്? സ്പോക്കിന്റെ അറേഞ്ച്മെന്റ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? അലോയ് വീല്, ഡിസ്ക് വീല്, വയർ വീല് എന്ന് പറഞ്ഞ 3 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താ? പുറന്ന് നമ്മൾ ആ വെല്ല് കണ്ട പോർഷൻ ഉണ്ട്, അതിനെന്താ പറയാ? റിം എന്നാ പറയാ. ഈ റിമ്മില് നമ്മൾ ആ ബെൻഡുകൾ കണ്ടു, എന്താ ടാപ്പറുകൾ കണ്ടു, നമ്മൾ അലോയ് വീലിന്റെ അകത്തുള്ള റിമ്മിന്റെ ഉള്ളിലെ വെല്ല് കണ്ടു. ഈ വെല്ലിന്റെ അറേഞ്ച്മെന്റ്സ് അനുസരിച്ച് റിമ്മിന് എന്ത് ചെയ്തിട്ടുണ്ട്? 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? വീൽ ബേസ് റിമ്മ്, ഫ്ലാറ്റ് ബേസ് റിമ്മ്, സെമി ഡ്രോപ്പ് സെന്റർ റിമ്മ്, ഫ്ലാറ്റ് ബേസ് ഡിവൈഡഡ് റിമ്മ്. ഇങ്ങനെ 4 എന്ത് ചെയ്യുന്നുണ്ട്? റിമ്മിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. Rim are having the function of holding the tire as well as sealing function in case of tubeless tire. റിമ്മിന് എന്താണ്? പ്രധാനമായിട്ടും സീലിംഗ് ഫംഗ്ഷനും. സീലിംഗ് ഫംഗ്ഷൻ എവിടെയാ? ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയറുകൾ. അതിലെന്താ? ട്യൂബില്ല. അപ്പൊ എന്ത്? ടയറും ഇതും ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കണം. കാറ്റ് എന്ത് ചെയ്യരുത്? ഒഴിഞ്ഞു പോകരുത്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു സീലിംഗ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയണം. ഏതിന്? റിമ്മിന്, ട്യൂബ്ലെസ് ടയേഴ്സിൽ. അതേപോലെ എന്താ? ടയറിന് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്തിനു വേണം? റിമ്മിന് വേണം. ടയറിന് ഹോൾഡ് ചെയ്യാൻ എന്താ? ടയർ പുറത്തേക്ക് വരാണ്ട് കറക്റ്റ് ആ റിമ്മിന്റെ വെല്ലിനകത്ത് തന്നെ കറക്റ്റ് കിടക്കാൻ എന്തിനു സാധിക്കണം? റിമ്മിന് അതിനുള്ള പര്യാപ്തമായ റിമ്മ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിനുള്ളിൽ കാണുന്ന വെല്ലിന്റെ ഡിസൈൻ അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? 4 അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീൽ ബേസ് റിമ്മ്, ഫ്ലാറ്റ് ബേസ് റിമ്മ്, സെമി ഡ്രോപ്പ് സെന്റർ റിമ്മ്, ഫ്ലാറ്റ് ബേസ് ഡിവൈഡഡ് റിമ്മ് എന്ന് പറഞ്ഞിട്ട് 4 നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എന്താണ്? വെൽ ബേസ് റിമ്മാണ്. നമ്മൾ ആദ്യം കണ്ട റിമ്മ്. ഡിസ്ക് വീലിനകത്ത് നമ്മൾ ക്രോസ് സെക്ഷനിൽ കണ്ട റിമ്മാണ് എന്ത്? വീൽ ബേസ് റിമ്മ്. ഇതെന്താ? ദിസ് ടൈപ്പ് ഓഫ് റിം ഈസ് യൂസ്ഡ് ഫോർ പാസഞ്ചർ കാർ ടയേഴ്സ്. ദിസ് എനേബിൾ ടു പാസ് ഓവർ ദ എഡ്ജ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് റിം. ഈ പറയുന്നത് എന്താണ്? ഡിസ്ക് റിമ്മിൽ കാണുന്ന ടൈപ്പ് വെല്ലാണ്, അതായത് റിമ്മിൽ കാണുന്ന ആ പോർഷനാണ് വെൽ ബേസ് റിമ്മുകൾ. ഇതെവിടെയാ? പാസഞ്ചർ കാറുകളിലാണ് സാധാരണഗതിയിൽ വെൽ ബേസ് റിമ്മുകൾ ഉപയോഗിക്കുന്നത്. ഇതെന്താണ്? ടയറിനെ കറക്റ്റ് ഫിറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി സഹായിക്കുന്നു. ആ സ്ലോട്ടിൽ കറക്റ്റ് ആയിട്ട് ടയർ എന്ത് ചെയ്യുന്നു? കറക്റ്റ് നിൽക്കുന്നു. ഇതെവിടെ യൂസ് ചെയ്യില്ല? ട്യൂബ്ലെസ് ടയേഴ്സിൽ ഈ ടൈപ്പ് റിമ്മുകൾ യൂസ് ചെയ്യില്ല. ദ ടയർ ഗെറ്റ് ലോക്ക് ടു റിം ഓൺ ഇൻഫ്ലേഷൻ. എന്താ? കാറ്റ് നിറയുന്നതോട് കൂടി എന്ത് ചെയ്യും? ടയർ കറക്റ്റ് ആ റിമ്മിൽ എന്താ കടിച്ചു നിൽക്കും, പുറത്തു പോവാണ്ട് ഫില്ലായി നിൽക്കും. A slight taper of 5 degrees provided for this purpose. എന്താ? ആ കറക്റ്റ് ആ വീൽ കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ പോലെ എന്താ ഈ വീലിന് എന്ത് ചെയ്യുന്നു? 5 ഡിഗ്രി ടാപ്പർ കൊടുക്കുന്നുണ്ട്. 5 ഡിഗ്രി ടാപ്പർ എന്താ നമ്മൾ പറഞ്ഞു? എന്താണ്? ഈ വെല്ലിനകത്ത് ഒരു ചെറിയ പോർഷൻ പൊന്തി നിൽക്കുന്നുണ്ടായിരിക്കും.
ഈ ഭാഗത്തിനെ സംബന്ധിച്ച് ഇതൊരു 5 ഡിഗ്രി പൊക്കത്തിലായിരിക്കും നിൽക്കുക, അല്ലെങ്കിൽ ഇവിടേക്കായിരിക്കും കോർണറിങ് കൊടുത്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും കോർണറിങ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അത് ഓരോ വണ്ടികളനുസരിച്ച് ഓരോ കമ്പനികളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു 5 ഡിഗ്രി ടാപ്പർ എന്തിന് കൊടുത്തിട്ടുണ്ടായിരിക്കും? വീൽ ബേസ് റിമ്മുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെന്താ, കാറ്റ് ഫില്ല് ചെയ്യുന്നതനുസരിച്ച് വീല് കറക്റ്റ് ഫിക്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടി സഹായിക്കുന്നു. അടുത്ത് വരുന്ന ഏതാണ്? ഫ്ലാറ്റ് ബേസ് റിം ആണ്. ഫ്ലാറ്റ് ബേസ് റിം എന്താ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താ, ബേസ് എന്താ, വെല്ലൊന്നും ഇവിടെ കാണില്ല, എന്താ സ്ലോട്ട് പോലെ സ്റ്റെപ്പ് പോലെ ഒന്നും കാണില്ല, ഒറ്റ പീസായിട്ടാണ് കടക്കുക ചെയ്യുന്നത്. കണ്ടോ ഇവിടെ എന്താ, ഈ എൻഡ്, അതായത് ഈ നമ്മളെ റിമ്മിന്റെ പൊന്തി നിൽക്കുന്ന ഒരു പോർഷൻ അല്ലേ, ഈ എൻഡ് എന്ത് ചെയ്യാൻ പറ്റും, ചെറുതായിട്ടൊന്ന് എന്താ ഒന്ന് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഉക്ക് ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബെൻഡായി പോകുന്ന രീതിയിലുള്ള ഒരു സൈസ് ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള, അതായത് ഡിറ്റാച്ചബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ചെറുതായിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു പോർഷൻ എന്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും? ഫ്ലാറ്റ് ബേസ് റിമ്മുകളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെന്താ, ടയർ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ, വീലിന് മുകളിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും ഇങ്ങനെ ഫ്ലാറ്റ് ബേസ് റിമ്മുകൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ, നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോർമുല റൈസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന വീലുകളിലെ മിക്കതിലും എന്തായിരിക്കും, ഫ്ലാറ്റ് ബേസ് റിമ്മുകളാണ് അതിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. The flat at one end is held in possible by pushing better flange inwards. എന്താണ്, നമ്മുടെ വീല് കറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് കറക്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് ഒരു ഫ്ലാഞ്ചഡ് പോർഷൻ എന്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും? ഈ ഫ്ലാറ്റ് ബേസ് റിമ്മിൽ കൊടുത്തിട്ടുണ്ടാവും. ഫ്ലാഞ്ച് പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ അവിടെ കണ്ട ടാപ്പർ പോലെ തന്നെ ഇവിടെ എന്താണ് ഒരു ഉക്ക് പോലത്തെ ഒരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതെന്ത് ചെയ്യും, കറക്റ്റ് ആ വീല് ടയറിൽ വീല് കടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്ലാഞ്ചഡ് പോർഷൻ കൊടുക്കുന്നത്. ദിസ് ടയർ ക്യാൻ ബി മൗണ്ടഡ് ആൻഡ് റിമൂവ്ഡ് ഈസിലി. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ, ടയറിനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് ഇടാനും അതേപോലെ തിരിച്ചെടുക്കാനും എന്തിൽ സാധിക്കും? ഫ്ലാറ്റ് ബേസ് റിമ്മുകളിൽ സാധിക്കും. ഫ്ലാറ്റ് ബേസ് റിംസ് ആർ യൂസ്ഡ് ഇൻ ടയേഴ്സ് ഓഫ് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസ്. ഇപ്പൊ നമുക്ക് എന്താ, ഹെവി ഡ്യൂട്ടി വണ്ടികളിലാണ് നമ്മൾ സാധാരണ എന്താ, നമ്മൾ വീല് മൊത്തം, അതായത് ഫുള്ള് റിമ്മും വീലും ഹബും ഡിസ്കും ഒക്കെ പാടെ ഊരിയെടുക്കാൻ ടയർ മാത്രം റിമൂവ് ചെയ്തെടുക്കലാണ് എന്തിൽ ഈസി? ഹെവി ഡ്യൂട്ടി വണ്ടികളിൽ ഈസി. അങ്ങനെ ഈസി ആയിട്ട് ആ ടയർ പിന്നെന്താ ഭയങ്കര വെയിറ്റും ആയിരിക്കും, മൊത്തത്തിൽ ആ സെറ്റ് ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പൊ എന്താ, നമുക്ക് ഈസി ആയിട്ട് വീല് ടയർ വീലിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടി എന്ത് ടൈപ്പ് റിമ്മ യൂസ് ചെയ്യുക? ഫ്ലാറ്റ് ബേസ് റിമ്മാണ് ഹെവി ഡ്യൂട്ടി വണ്ടികളിൽ യൂസ് ചെയ്യുക. The flange at one end is provided in position for pushing the flange inwards. എന്താണ്, ഈ ഡിറ്റാച്ചബിൾ പോർഷൻ ഇല്ലേ, ഈ ഡിറ്റാച്ചബിൾ പോർഷൻ നമ്മൾ എന്ത് ചെയ്യും, ടയർ ഇടുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. അത് ടയർ ഫിക്സ് ആയി വരുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, കാറ്റ് നിറയുന്ന അനുസരിച്ച് ഇതിങ്ങ് ഇങ്ങനെ അടുത്തേക്ക് വന്ന് എന്ത് ചെയ്യും, ടയറിനെ ശരിക്ക് പിടിച്ച് നിൽക്കുക. ഫ്ലാഞ്ചഡ് പോർഷൻ അത് എന്ത് ചെയ്യും, വീലിന് കറക്റ്റ് ഫിക്സ് ആക്കി നിർത്താൻ വേണ്ടി സഹായിക്കും. അതെന്താ, ഈസി ആയിട്ട് മൗണ്ട് ചെയ്യാൻ വേണ്ടി ടയർ ഉള്ളിലേക്ക് ഇടാനും റിമൂവ് ചെയ്തെടുക്കാനും ഫ്ലാറ്റ് ബേസ് റിമ്മിൽ സഹായിക്കും. ഹെവി ഡ്യൂട്ടി വണ്ടികളിലാണ് ഫ്ലാറ്റ് ബേസ് റിം യൂസ് ചെയ്യുക. ഇതൊക്കെ എന്താ, ക്രോസ് സെക്ഷൻ വ്യൂ ആട്ടോ, കട്ട് ചെയ്ത് കാണുന്ന ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. അടുത്തെന്താ, സെമി ഡ്രോപ്പ്ഡ് സെന്റർ റിം ആണ് അടുത്തത്. ഇവിടെ എന്താ, ഡിറ്റാച്ചബിൾ ആണ് ഇവിടെയും ഉള്ളത്. ഈ ഡിറ്റാച്ചബിൾ ഫ്ലാഞ്ചിന് എന്താ, ഒരേ നിമിഷം 2 ഫംഗ്ഷൻ ആണ്. ടയർ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും, അതേപോലെ കാറ്റ് നിറയുന്ന അനുസരിച്ച് വീലിനെ ക്ലോസ് ആയിട്ട് പിടിക്കാൻ എന്തിനു സാധിക്കും, ഈ ഡിറ്റാച്ചബിൾ ഫ്ലാഞ്ചിന് സാധിക്കും. ദിസ് ടൈപ്പ് ഓഫ് റിം ആർ യൂസ്ഡ് ഇൻ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്. എന്താണ്, ലൈറ്റ് കൊമേഴ്ഷ്യൽ വണ്ടികളിലാണ് സാധാരണ, നമ്മുടെ ടാറ്റയുടെ എയ്സ് പോലത്തെ വണ്ടികളിലൊക്കെയാണ് സാധാരണ എന്ത് ചെയ്യുക, സെമി ഡ്രോപ്പ്ഡ് സെന്റർ റിമ്മുകൾ യൂസ് ചെയ്യുക. ഗീവ് അഡ്വാൻറ്റേജ് ഓഫ് ബോത്ത് വെൽ ബേസ് ആൻഡ് ഫ്ലാറ്റ് ബേസ് റിം. വെൽ ബേസ് റിമ്മിനെയും ഫ്ലാറ്റ് ബേസ് റിമ്മിനെക്കാട്ടിലും അഡ്വാൻറ്റേജ് ആണ് എന്ത്, സെമി ഡ്രോപ്പ്ഡ് സെന്റർ റിമ്മുകൾ. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഹെവി ലോഡ് താങ്ങാനുള്ള കപ്പാസിറ്റി എന്തിനില്ല, സെമി ഡ്രോപ്പ്ഡ് സെന്റർ റിമ്മുകൾക്ക് ഇല്ല. The detachable flange make tire remove easily, while slight tapper help the tire lock on rim. എന്താ, ആ ടാപ്പർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പൊന്തി നിൽക്കുന്ന ഭാഗം എന്താണ്, ടാപ്പർ ആണ്. ഇതെന്താ ചെയ്യുക, ആ വീലിനെ കറക്റ്റ് പിടിച്ചു നിൽക്കാൻ വേണ്ടി സഹായിക്കും. ഇവിടെ ടാപ്പർ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് പിടിച്ചു നിൽക്കാൻ വേണ്ടി സഹായിക്കും. അതേപോലെ ഡിറ്റാച്ചബിൾ ഫ്ലാഞ്ച് എന്ത് ചെയ്യുക, വീലിനെ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാനും അതേപോലെ കാറ്റ് നിറയുന്ന അനുസരിച്ച് കറക്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കാനും എന്തിനായിരിക്കും, ഡിറ്റാച്ചബിൾ ഫ്ലാഞ്ചിന് സഹായിക്കും. സെമി ഡ്രോപ്പ്ഡ് center rim and this type of rim are used in light commercial vehicle, give advantage of both well base and flat base റിമ്മുകളുടെ അഡ്വാൻറ്റേജ് ഇവർക്ക് കിട്ടും. അടുത്തെന്താ, ഫ്ലാറ്റ് ബേസ് റിം. ഫ്ലാറ്റ് ബേസ് റിമ്മിൽ എന്താ, ഫ്ലാറ്റ് ബേസ് ഡിവൈഡഡ് റിം ആട്ടോ. ഞാൻ ഹെഡിങ് എഴുതി തെറ്റിപ്പോയതാ. ഫ്ലാറ്റ് ബേസ് ഡിവൈഡഡ് റിം ആണ്. അതിന് കൂടെ നിങ്ങൾ ഹെഡിങ് എഴുതുമ്പോൾ ഫ്ലാറ്റ് ബേസ് ഡിവൈഡഡ് റിം എന്നാക്കി എഴുതണം. ഇതെന്താ, 2 സെക്ഷനെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്ന ഭാഗമാണ് എന്ത് ഇതിലുള്ളത്. ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന വണ്ടികളിൽ ഒന്നും എന്ത് ചെയ്യാറില്ല, ഇത് യൂസ് ചെയ്യാറില്ല. ഈ മിലിറ്ററി വെഹിക്കിൾസിനും അത് ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസിലൊക്കെയാണ് ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. നമ്മളെ ഈ
ടോറസ് പോലത്തെ വണ്ടികളൊക്കെ അല്ലേ, അതിൽ ഈ ടൈപ്പ് സിമ്മാണ്, ഫ്ലാറ്റ് ബേസ് റിമ്മാണ് അതിൽ യൂസ് ചെയ്യാറുള്ളത്. ഫ്ലാറ്റ് ബേസ് റിം എന്താ, രണ്ട് പോർഷൻ ഡിവൈഡ് ചെയ്ത് രണ്ട് പോർഷൻ വെൽഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ത്, ഫ്ലാറ്റ് ബേസ് ഡിവൈഡഡ് റിം. ടു സെക്ഷൻ വിച്ച് ആർ ഗെറ്റ് ടുഗദർ, രണ്ടിനെയും വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് ഒരു രൂപത്തിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുക. ഇത് എവിടെ യൂസ് ചെയ്യുക, മിലിറ്ററി വെഹിക്കിൾസിനും അതേപോലെ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾസിനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുക. ഇതിന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ വീല് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ബെൻഡായി ഒന്നും പോവില്ല, നല്ല കട്ടിയിൽ നിൽക്കും, എത്ര ലോഡ് വന്നാലും ക്യാരി ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഫ്ലാറ്റ് ബേസ് ഡിവൈഡഡ് റിമ്മിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുള്ള ഈ ഇന്ന് എടുത്ത പോർഷനിൽ നമ്മൾ അലോയ് വീലും കൂടാണ്ട് നമ്മൾ എന്ത് നോക്കി, റിമ്മിന്റെ 4 ടൈപ്പുകളും ഇന്ന് നമ്മൾ നോക്കി. ഇത്രയും ഭാഗങ്ങളാണ് വീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളത്. ഇനി നമുക്ക് എന്താ ടയറിലേക്കാണ് അടുത്ത് പോകേണ്ടത്. അപ്പൊ എന്തുണ്ട്, 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് റിം, റിം എത്ര ടൈപ്പ് ഉണ്ടെന്നുള്ള പേരുകൾ മാത്രം എഴുതിയാൽ മതി. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് അലോയ് വീൽ, അലോയ് വീലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും എഴുതി ആൻസർ ചെയ്ത് അയക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. താങ്ക് യു.